ഉച്ചതിരിഞ്ഞ കോഴിക്കോട് ജില്ലയിൽ മഴ ചെറിയൊരു ഇടവേള എടുത്തു എന്നുള്ളതാണ്. അത് ആശ്വാസകരമായൊരു അവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ കുറച്ചു നേരമായി മഴ അങ്ങനെ കാര്യമായി പെയ്യുന്നില്ല എന്നതാണ്. പക്ഷേ ഇടവേളകളിൽ ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട് താനും. വലിയ നാശനഷ്ടം തന്നെയാണ് ഈ പകലിലും പെയ്ത മഴ കോഴിക്കോട് ജില്ലയിൽ സർവ്വമേഖലയിലും ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ആർത്തലയ്ക്കുന്ന കടലാണ്. ഇതിന് സമാനമാണ് മഴ ദുരിതം വിതച്ച ഓരോരോ ആളുകളുടെയും ഓരോരോ വീട്ടുകാരുടെയും മനസ്സ് എന്ന് പറയുന്നത്. കാരണം വീടുകൾ തകർന്നു, കിണറിടിഞ്ഞു താഴ്ന്നു, വൈദ്യുതി ബന്ധം താറുമാറായി നിൽക്കുന്ന സാഹചര്യം. അങ്ങനെയൊക്കെയാണ് പല മേഖലകളിലും മഴ കോഴിക്കോട് ജില്ലയിൽ നാശനഷ്ടം വിതച്ചിട്ടുള്ളത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇന്നുണ്ടായത് സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി എന്നതാണ്. അത് കോഴിക്കോട് ചെക്യാട് പാറക്കടവിലാണ് സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയത്. KG പഠിക്കുന്ന 25 വിദ്യാർത്ഥികൾ ആണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. ഒരു പാലം പുഴ കവിഞ്ഞ് പാലത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ആ വഴി കടന്നു പോകാം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി വന്ന ബസ്സാണ് അവിടെ കുടുങ്ങിയത്. കുട്ടികളെ എല്ലാവരെയും സുരക്ഷിതരായി വീടുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ്. കോഴിക്കോട് എടുത്തു പറയേണ്ട കാര്യം, ഈ വിധത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾക്ക് പരിക്കോ അല്ലെങ്കിൽ മറ്റു ജീവനാശമോ അങ്ങനെയൊന്നുമില്ല, സംഭവങ്ങളില്ല എന്നുള്ളതാണ്. അപ്പം ജലാശയങ്ങളിലേക്ക് ജലനിരപ്പ് ഉയർന്നു വരികയാണ്. കക്കയം ഡാമിൽ ബ്ലൂ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് അണക്കെട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് മുന്നോടിയായി ആദ്യഘട്ടം എന്ന വണ്ണം പുറപ്പെടുവിക്കുന്നതാണ് ബ്ലൂ അലേർട്ട്. ജലനിരപ്പ് 755 മീറ്ററിന് മുകളിലായി ഉയർന്നതോടുകൂടിയാണ് കക്കയത്ത് ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചത്. വിലങ്ങാടാണ് വെള്ളം കാര്യമായ പ്രശ്നമുണ്ടാക്കിയ മറ്റൊരു സ്ഥലം. ഇന്ന് രാവിലെയും വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി, പാലത്തിന് മുകളിൽ വെള്ളം കയറി. വിലങ്ങാട് ടൗണിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ നിൽക്കുകയാണ്. വനമേഖലയിൽ പെയ്ത മഴയാണ് വിലങ്ങാട് ഈ വിധത്തിൽ കാര്യമായ പ്രശ്നം സൃഷ്ടിച്ചത്. അപ്പം താഴ്ന്ന പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ നേരിട്ടെത്തി, ഇന്ന് രാവിലെയൊക്കെയായി നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. മാവൂരായാലും മാളിക്കടവൊക്കെ ആയാലും അവിടെ 3-4 ദിവസമായി വെള്ളം ഉയർന്നു തന്നെ നിൽക്കുകയാണ്. വെള്ളം ഇറങ്ങിപ്പോകുന്നതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് നിരവധിയായ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. മരം വീണും വലിയ നാശനഷ്ടമാണ്. കാപ്പാട് 9 കാറ്റാടി മരങ്ങളാണ് ഒരേ സമയത്ത് കടപുഴകി വീണത്. അപ്പോൾ ഒരു തെങ്ങും തകർന്നു വീണു. കോഴിക്കോട് നഗരത്തിൽ മലാപ്പറമ്പിൽ ശരി രാഹുലെ, ജില്ലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു.